ഡെസിബൽ മീറ്ററുകൾ പോലും ചുവന്നു തുറക്കുന്ന അന്തരീക്ഷത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായം അണിഞ്ഞ് കളിക്കുക എന്നത് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പല താരങ്ങളുടെയും ജീവിതാഭിലാഷമാണ്. നീണ്ട ഇടവേളക്കും അനിശ്ചിതത്വത്തിനുമൊടുവിൽ ISL ആവേശവുമായി ബ്ലാസ്റ്റേഴ്സ് വീണ്ടും കലൂരിലേക്ക് മടങ്ങിയെത്തുമ്പോൾ എന്താണ് ടീമിന്റെ വിജയ സാധ്യതകൾ? സീസണിൽ ഇരു ടീമിന്റെയും ആദ്യ മത്സരം നൽകുന്ന പാഠമെന്ത് പരിശോധിക്കാം. ISLിലെ ബദ്ധവൈരികളായ മോഹൻ ബഗാനെതിരെ അവരുടെ മൈതാനത്തായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം. ഫലമോ എതിരില്ലാത്ത 2 ഗോളിന്റെ തോൽവിയും. കഴിഞ്ഞ സൂപ്പർ കപ്പ് സ്ക്വാഡിൽ നിന്നും അടിമുടി മാറ്റങ്ങളുമായി ഇറങ്ങിയ ബ്ലാസ്റ്റേഴ്സ് 90% ടീമിനെ നിലനിർത്തിയ മോഹൻ ബഗാന് മുന്നിൽ നന്നായി വിയർത്തു. ലിസ്റ്റൺ, മക്ലാരൻ, ദിമിത്രി പെട്രറ്റോസ് ത്രയം ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിനെ നന്നായി വട്ടം കറക്കി. ബോൾ പൊസിഷനും കോർണറും ഷോട്ടുകളുമടക്കം സർവത്ര മേഖലയിലും മോഹൻ ബഗാന്റെ സർവാധിപത്യമാണ് ആ മത്സരത്തിൽ കണ്ടത്. 63% എന്ന മൃഗീയ ഭൂരിപക്ഷം ബോൾ പൊസിഷനിൽ നേടിയ ബഗാൻ മത്സരത്തിലാകെ 23 ഷോട്ടുകളാണ് പായിച്ചത്. അതിൽ 7 എണ്ണം ലക്ഷ്യത്തിലേക്കുമെത്തി. മറുപടിയായി ബ്ലാസ്റ്റേഴ്സ് എടുത്തത് 2 ഷോട്ടുകളാണ്. അതൊന്നും ലക്ഷ്യത്തിലേക്കുമായിരുന്നില്ല. മോഹൻ ബഗാന്റെ 10-നെതിരെ 1 കോർണർ മാത്രമായിരുന്നു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആകെ സമ്പാദ്യം. ഒമർ ബ, വിക്ടർ ബാർത്തോമിയോ എന്നീ 2 വിദേശ താരങ്ങളെ മാത്രമാണ് പരിശീലകൻ ഡേവിഡ് കറ്റാല തന്റെ ആദ്യ 11-ൽ ഇറക്കിയത്. ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് ഉൾപ്പെടെ 4 മലയാളി താരങ്ങളും 11-ൽ ഇടം പിടിച്ചു. തുടക്കം മുതലേ പന്തടക്കം ഏറ്റെടുത്ത മോഹൻ ബഗാൻ ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ വട്ടം കറക്കുന്നതിനിടെ ഒരു കൗണ്ടർ അറ്റാക്കിന്റെ രൂപത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു അവസരം വീണ് കിട്ടി. പക്ഷേ പന്തിലേക്ക് ഓടിയ ബാർത്തോമിയോനേക്കാൾ വേഗത്തിൽ അതിലേക്ക് പാഞ്ഞെടുത്ത വിശാൽ കേത്ത് ആ മുന്നേറ്റം മുളയിലെ നുള്ളി. പിന്നീട് ഫ്രീ കിക്കായും കോർണറുകളായും മോഹൻ ബഗാന് നിരവധി അവസരങ്ങൾ ലഭിച്ചെങ്കിലും സച്ചിൻ സുരേഷിന്റെ കൃത്യമായ ഇടപെടലുകൾ ഗോൾ അകറ്റി നിർത്തി.